നിർമ്മിത ബുദ്ധി 3D ആനിമേഷൻ പ്രവർത്തനങ്ങളുമായി ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ ദ്വിദിന സഹവാസ ക്യാമ്പ് കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ സമാപിച്ചു. നിർമ്മിത ബുദ്ധി സാമൂഹ്യ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന്റെ ബാലപാഠങ്ങളിലൂടെ ചിരിച്ചും കളിച്ചും കുട്ടികൾ സാങ്കേതിക ചുവടുകൾ വെച്ച ദിനങ്ങളാണ് കടന്നുപോയത്. കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്കും കഴിവിനും അനുസൃതമായി സാങ്കേതിക വിദ്യയെ അവർക്ക് വഴങ്ങും വിധം സ്വായത്തമാക്കാൻ പരിശീലിപ്പിക്കുകയാണിവിടെ. നിർമ്മിത ബുദ്ധി 3D ആനിമേഷൻ പ്രവർത്തനങ്ങളുമായി അവർ 2 ദിവസം നവീന സാങ്കേതിക പരിജ്ഞാനം നേടാനുള്ള അടിസ്ഥാന പാതയിലാണ്. ഇന്നത്തെ ക്യാമ്പ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ റോബോട്ടിക്സും അതുമാതിരി IoTയിലും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി പഠിക്കാനിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ചെറിയൊരു സ്പാർക്കാണ്. ഇനി ഇതിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് പല പുതിയൊരു ഇന്നോവേഷൻസിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആയ ബ്ലെൻഡറിൽ ആനിമേഷൻ ചെയ്യാൻ പഠിച്ചു. നല്ലോണം ആനിമേഷൻ ചെയ്യാൻ പറ്റി. ഇന്നലെ പഠിപ്പ് മാത്രമല്ലാണ്ട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവർ ഈ ഫാക്കൽറ്റീസ് എടുക്കുന്ന ഹാർഡ് വർക്ക് ആണെങ്കിലും പിന്നെ അവർ എല്ലാം ചെയ്തു തരുന്നത് നമുക്ക് അവർ എടുക്കുന്ന ഹാർഡ് വർക്കെല്ലാം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കൂടെ പരിചയസമ്പന്നരായ അധ്യാപകർ വഴികാട്ടിയായുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഈ ക്യാമ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രാവശ്യം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന സാധനം നമ്മുടെ സബ് ജില്ലാ തലത്തിൽ കുട്ടികൾക്ക് കുറേയധികം ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ റോബോട്ടിക്സിൻ്റെ വലിയൊരു ഭാഗവും നമ്മൾ ഈ ക്യാമ്പിൽ കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലിറ്റിൽ കൈറ്റ് സഹവാസ ക്യാമ്പിൽ 104 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. എല്ലാവരും ഉപജില്ലാ ക്യാമ്പിലെ പ്രവർത്തന മികവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ജില്ലാ ക്യാമ്പുകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെയ് അവസാന വാരം സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കാനാവും. കൈരളി ന്യൂസ്, കോഴിക്കോട്.